ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും പ്രത്യേകിച്ച് അർഹതയില്ല എന്ന് തോന്നുന്നവരോട് ക്ഷമിക്കുവാൻ കൂടുതൽ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സമാധാനപരമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കും. എല്ലാവരോടും ഹൃദയത്തിൽ പൂർണ്ണമായും ക്ഷമിക്കാം, സ്നേഹിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 10:12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഉണരണമേ. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തെ നിന്ന് അറ്റുപോകും. കർത്താവെ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇന്നങ്ങ് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാനോ അവരെ അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ സ്വീകരിക്കുവാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഞങ്ങൾ തെറ്റിദ്ധരിച്ച് അവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ എന്ത് മഹിമയാണുള്ളത്, എന്ത് നന്മയാണുള്ളത്? കർത്താവെ, എന്തർഹതയാണ് ഞങ്ങൾക്കുള്ളത്? കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾക്ക് ഇന്ന് ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും അംഗീകരിക്കുവാൻ സാധിച്ചില്ല, സ്വീകരിക്കുവാൻ സാധിച്ചില്ല, ക്ഷമിക്കുവാൻ സാധിച്ചില്ല. മാപ്പ് നൽകി ഞങ്ങളുടെ ഈ ബലഹീനതയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, അങ്ങ് ഞങ്ങളെ അംഗീകരിക്കുന്നത് പോലെ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നത് പോലെ ഞങ്ങൾക്കും എല്ലാവരെയും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ഉള്ള വലിയ കൃപ തരണമേ. കർത്താവെ, അവരുടെ അർഹത നോക്കാതെ, അവരുടെ നന്മ നോക്കാതെ, അവരുടെ മഹത്വം നോക്കാതെ ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. അർഹതയില്ല എന്ന് തോന്നുന്നവർക്കും നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശത്രുക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും കാരണം മുന്നോട്ടു പോകാൻ ശക്തിയില്ല എന്ന് തോന്നുന്ന സമയം, ദൈവമേ, മറ്റുള്ളവരിൽ കുറ്റമാരോപിച്ച് അവരുടെ കുറവ് കൊണ്ടാണ്, അവരുടെ തെറ്റുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറയാതെ, കുരിശിൽ പീഡകൾ സഹിച്ച എന്നെ രക്ഷിക്കാൻ എനിക്ക് വേണ്ടി മരിച്ച ഈശോയുടെ അവസാനത്തുള്ളി രക്തവും നിലത്തൊഴുക്കി എന്നോട് സ്നേഹം വെളിപ്പെടുത്തിയ എൻ്റെ കർത്താവായ യേശുവിലേക്ക് നോക്കി എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന തിരുത്തൽ സ്വീകരിച്ച് എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ
എല്ലാവരെയും കരുണയോടെ നോക്കിക്കാണുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും ഭയവും ദുഃഖവും നിരാശയും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ശരീരത്തിൻ്റെ വേദനയും അസ്വസ്ഥതകളും എടുത്തുമാറ്റി സുഖമായി ഉറങ്ങാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, ഞങ്ങളുടെ പദ്ധതികളെയും, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കുവാനായി അവിടുന്ന് ഞങ്ങളുടെ നേരെ കരം നീട്ടണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, കർത്താവേ, അവിടുത്തെ കരങ്ങളാൽ ഞങ്ങളെ വീണ്ടും അങ്ങയോട് മാറോട് ചേർത്തണച്ച് ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയും പ്രത്യാശയും നൽകി എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്ലേശങ്ങളും, കഷ്ടപ്പാടുകളും, വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ തിരുത്തൽ, ആവശ്യമായ മാറ്റങ്ങൾ നടത്താനുള്ള കൃപയ്ക്കു വേണ്ടി എനിക്ക് ശക്തി തരണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ, മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളിൽ കുറവുകൾ ഉള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ, അത് തിരുത്തുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ യാതൊരു കുറവുകളും കാണുന്നില്ല. ഞങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നു. എന്നാൽ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, എൻ്റെ അയൽവാസികൾ എന്നെ നോക്കുമ്പോൾ, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ നോക്കുമ്പോൾ ധാരാളം കുറവുകൾ എന്നിൽ കാണുന്നു. ദൈവം എന്നെ നോക്കുമ്പോൾ എനിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ. കർത്താവേ, അതെനിക്ക് കാണാനും മനസ്സിലാക്കാനും അത് തിരുത്താനുമുള്ള കൃപ നൽകി ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ. അതിനുള്ള സ്വാതന്ത്ര്യം അങ്ങ് എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവമേ, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതെ, അങ്ങ് നൽകുന്ന സമയവും കഴിവുകളും ദുരുപയോഗപ്പെടുത്താതെ എത്രയും വേഗം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കുവാൻ, എന്നെ തന്നെ എളിമപ്പെടുത്തി ജീവിക്കുവാൻ ദൈവമേ വിശാലമായ ഹൃദയം നൽകി, വിശാലമായ മനസ്സ് നൽകി, ആരോഗ്യമുള്ള ശരീരം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ചെയ്തു പോയ എല്ലാ കുറവുകളും, തെറ്റുകളും, പാപങ്ങളും എന്നോട് ക്ഷമിച്ച് കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം നൽകി, എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകി ഈ രാത്രിയിൽ എന്നെ പരിപോഷിപ്പിക്കണമേ. നാളത്തെ എൻ്റെ നിയോഗങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ദർശിക്കുവാൻ ഒരു പുതിയ പ്രഭാതം കൂടി നൽകി, ഒരു പുതിയ ദിവസം കൂടി എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, ദുഷ്ടരുടെ എല്ലാ പദ്ധതികളിൽ നിന്നും എന്നെ കാത്തു പരിപാലിച്ച്, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കാത്തു പരിപാലിച്ച്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സംരക്ഷിച്ച് അനുഗ്രഹിച്ച് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സുഖപ്പെടുത്തണമേ. ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി, ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് അനുഗ്രഹിച്ച് ശാന്തമായ ദിനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവകൃപയ്ക്ക് കൂടുതലായി ഞങ്ങൾ പാത്രരാകുന്നതിനും ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമായ ദൈവകൃപയും ശക്തിയും ഞങ്ങളിൽ വർഷിക്കപ്പെടുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.